ചേച്ചി, ആർക്കെങ്കിലും കല്യാണ ഇൻവിറ്റേഷൻ കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടോന്ന് ഓർത്ത് പറയാൻ പറഞ്ഞിരുന്നു ചേച്ചി. പറഞ്ഞു വിലാസിനി. ആരെങ്കിലും വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. ഇനി സമയമല്ല നമുക്ക്. ആ, വിളിക്കാൻ ചിലരുണ്ട് ചേച്ചി. അടുത്ത സ്വന്തക്കാര് തന്നെയാ. അടുത്ത സ്വന്തക്കാരോ? അതേത് സ്വന്തക്കാരെയാ വിട്ടുപോയത്? വേറെ ആരും അല്ല ചേച്ചി, അത് എന്റെ ആങ്ങളയുടെ മക്കളില്ലേ, ജയന്തിയും പ്രേമയും, അവര് തന്നെ. ഓഹോ, അവരെയോ? കൊള്ളാം നിന്റെ ആങ്ങളയുടെ മക്കള്. ബെസ്റ്റ് കക്ഷികളാ. മൂത്തവള് ഒരു പാവം പെണ്ണിന്റെ കല്യാണം മുടക്കി ചെറുക്കനെയും കൊണ്ടുപോയി. ഇളയവള് മനഃപൂർവ്വം ഈ കല്യാണം മുടക്കാൻ നോക്കിയവളും. അല്ല, ഇനിയുണ്ടോ വിലാസിനി ഇതുപോലുള്ള വിഷവിത്തുക്കള് നിന്റെ കുടുംബത്തില്? അയ്യോ, അവരെ പ്രത്യേകമായൊരു കാർഡ് അയച്ച് കല്യാണത്തിന് ക്ഷണിക്കാന്ന് വിചാരിച്ച. അയ്യോ, അവരത് മനഃപൂർവ്വം ചെയ്തതൊന്നും അല്ല ചേച്ചി. ബുദ്ധിമോശം കൊണ്ട് അബദ്ധം പറ്റി ഏതോ ഒരു കാലക്കേടിന് പറ്റിപ്പോയതാ. ചേച്ചി വലിയ മനസ്സ് കാണിച്ച് അവരെ കൂടി കല്യാണം വിളിക്കാൻ അനുവദിച്ച അവര് ഹാളി വന്ന് കല്യാണം കണ്ടിട്ട് അങ്ങ് പൊയ്ക്കോളും. ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല, എന്റെ ഉറപ്പാ. സോറി വിലാസിനി, എനിക്ക് അത്തരം വലിയ മനസ്സൊന്നുമില്ലിപ്പോ. ഇനിയിപ്പൊ നിന്റെ ആങ്ങളയുടെ മക്കളെ ക്ഷണിച്ചാലേ നീ എന്റെ മക്കളുടെ കല്യാണത്തിന് വരുള്ളൂന്നെങ്ങാനും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നീയും ഈ കല്യാണത്തിന് വരണ്ട. എനിക്ക് സന്തോഷം. അയ്യോ, എനിക്കങ്ങനൊന്നുമില്ല ചേച്ചി. ചേച്ചിയുടെ മക്കള് എന്റെ സ്വന്തം മക്കളല്ലേ. അവര് രണ്ടാളും ആനന്ദിന്റെയും അരവിന്ദിന്റെയും കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അല്ല, ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാൻ ആ കേസ് ഇന്നലെ വിട്ടു. താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് എന്റെ 2 മക്കളുടെ കല്യാണവും നല്ല രീതിയിൽ നടന്നു കാണണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാ. നീ അങ്ങ് ക്ഷമിച്ചേക്ക്. എന്താ? ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് മോളെ. ഇരിക്കും. ഗുഡ് മോർണിംഗ് ആന്റി. ഗുഡ് മോർണിംഗ് മോളെ. ഇരിക്കും. ആന്റി, ഞാൻ ഏകദേശം എല്ലാവരെയും കല്യാണം വിളിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരെ ക്ഷണിക്കാൻ ആനന്ദം കൂടി ഉണ്ടായാൽ നന്നായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ. ഓഫ് കോഴ്സ്. ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ധൈര്യമായിട്ട് വിളിച്ചോണ്ട് പോ. താങ്ക് യു ആന്റി. താങ്ക്സ് എ ലോട്ട്. എന്തു പറ്റി കല്യാണി? അത് മാഡം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. അത് പിന്നെ അത് ഇതെന്ന് പറഞ്ഞോണ്ട് നിക്കാതെ വന്നത് എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോവാൻ നോക്കടി. അത് മാഡം, പ്രിയങ്ക മാഡത്തിന്റെ വീട്ടിൽ നിന്ന് വന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അതിനുശേഷം മാഡം എല്ലാം സംസാരിച്ച് ശരിയാക്കി. പക്ഷേ എന്റെ മനസ്സാകെ സംശയത്തിലായിരുന്നു, ഈ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി ഞാൻ പൂവിട്ട് നോക്കി. ഫലം കണ്ടത് ഈ കല്യാണത്തിനെതിരായിട്ടാ.
ചേടാ ഇതെന്തൊരു കൂത്താ. ഇവിടെ ഒരു കല്യാണം നടക്കാൻ പോവാ, അവള് ആവശ്യമില്ലാത്ത ഓരോരോ കാര്യങ്ങളും പറഞ്ഞോണ്ട് വന്നേക്ക. ഇതൊക്കെ കേക്കുമ്പോ ഈ പാവം പ്രിയങ്കയുടെ മനസ്സ് എത്ര വേദനിച്ചു കാണുന്ന ഞാൻ ഓർക്കുന്നേ. അല്ല, നിനക്കിവിടെ അടുക്കള പണി മാത്രം ചെയ്താ പോരേടി, ജോലിച്ച് നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവളെ അമ്പലത്തിൽ പോയി പരീക്ഷിച്ച് നോക്കിയത്ര. ഓ, നാശം പിടിച്ചൊരു ജന്മം. എല്ലാം കുഴപ്പമാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. വിലാസിനെ, ചേച്ചി എന്നെ ശാസിക്കരുത്. ഇവളെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയത്, മനഃപൂർവ്വം തൃച്ചംബരം കുടുംബത്തിനെ തകർക്കാനായിട്ട്. മതി പ്രസംഗം. കല്യാണി മാഡം, നീ പോയി ദാസേട്ടനും കൂട്ടി വാ, ഉടൻ വരണം. ശരി മാഡം. ചേച്ചി, ഞാൻ പറയുന്നതാ സത്യം. ഇവള് മനഃപൂർവ്വം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തിനെ. അച്ഛാ, മാഡം വിളിക്കുന്നു. മാഡം, മാഡം അന്വേഷിച്ചു എന്ന് കല്യാണി പറഞ്ഞു. അതെ, അന്വേഷിച്ചു. ഒരു പ്രധാന കാര്യം പറയാനാ ദാസേട്ടാ. ഇനി ഒരു നിമിഷം പോലും കല്യാണി ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അതാ എന്റെ തീരുമാനം. കല്യാണിയെ ഇപ്പൊ ഈ നിമിഷം തന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ചേക്കൂ. ശരി മാഡം, ഞാനിപ്പോ തന്നെ പറഞ്ഞു വിട്ടേക്കാം. വേണ്ട, എന്നെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ മാഡം. എനിക്ക് വല്യുഞ്ഞിന്റെ അനിയും കുഞ്ഞിന്റെ കല്യാണം കാണാൻ വലിയ മോഹ. അത് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഞാൻ നാട്ടിലേക്ക് പോയിക്കോളാം. കാലി പിടിക്കാം മാഡം, എന്നെ ഇപ്പൊ നാട്ടിലേക്ക് പറഞ്ഞയക്കരുത് പ്ലീസ്. ദാസേട്ടാ, ദാസേട്ടന്റെ മോൾ ഇവിടെ നിന്നാ എന്റെ മക്കളുടെ കല്യാണത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോന്ന് എനിക്ക് നല്ല ഭയം തോന്നുന്നുണ്ട്. അതുകൊണ്ടാ ഇവളെ നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ പറഞ്ഞത്. അതിപ്പോ തന്നെ നടപ്പിലാക്കിയേ പറ്റൂ. മനസ്സിലായോ ദാസേട്ടന്? മനസ്സിലായി മാഡം. വാടിയുടെ ഇവിടെ വരാനാ പറഞ്ഞ. മാഡം, ഞാൻ കാരണം കല്യാണത്തിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്നെ വിശ്വസിക്കും മാഡം. മാഡം, അച്ഛനോട് എന്നെ നാട്ടിലേക്ക് പറഞ്ഞയക്കരുതെന്ന് പറയും മാഡം. പ്ലീസ് മാഡം, പ്ലീസ്. ഇവിടെ വാടി, നിന്നോടല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. മാഡം ഒന്നും പറയും മാഡം. മാഡം, അച്ഛനെ നീ ഒന്നും പറയാണ്ട് മാഡം.
കൈവിട്. അച്ഛാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും കേൾക്കണ്ട. അച്ഛാ, അച്ഛാ, വിട്. അച്ഛാ. മതി, നീ ഇനി ഒന്നും പറയണ്ട കേട്ടല്ലോ. മാഡം നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനാ പറഞ്ഞത്. ഇനി ഒടയെ തമ്പരാമെന്ന് പറഞ്ഞാലും അതിനൊരു മാറ്റം ഉണ്ടാവും പോകുന്നില്ല. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തോണ്ട് ഇറങ്ങാം. പെട്ടെന്നാവട്ടെ. ശരി, ഞാൻ ഇറങ്ങാം. പക്ഷെ വല്യഞ്ഞിന്റെ അനിയൻ കുഞ്ഞിനെ കല്യാണം ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയ പോരെ. ആ നിമിഷം തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. പോരാ. ഇത്രയും നാൾ നീ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും എല്ലാം ക്ഷമിച്ചതാ മാഡം. ആ മാഡം തന്നെ ഇന്ന് സഹി കെട്ട് നിന്നെ നാട്ടിലേക്ക് അയക്കണമെന്ന് പറയണമെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവും. നിന്നെ കാരണം ഇവിടുത്തെ കല്യാണം മുടങ്ങി പോകുമെന്ന് ആ മനസ്സ് ഭയന്നു തുടങ്ങി. അതിനായി ശിക്ഷ. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ കാരണം വല്യഞ്ഞിന്റെ കല്യാണത്തിന് ഒരു കുഴപ്പവും വരില്ല. അച്ഛനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. നോക്ക്, നീ എന്റെ ക്ഷമ കൂടി പരീക്ഷിക്കരുത്. നീ കാരണം മാത്രം കല്യാണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് മാഡം ഊഹിച്ചെടുക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ. സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ ഒരു തോന്നൽ തോന്നിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും അതിന് പരിഹാരം ഉണ്ടായി കിട്ടി. തൽക്കാലം മോള് പോയി സാധനം എടുത്തു നോക്ക്. അധികം വൈകിയാല് ചിലപ്പോ ബസ് കിട്ടിയില്ലെന്ന് വരും. അച്ഛാ, പ്ലീസ്, ഞാൻ എന്റെ അമ്മയെ കൊണ്ട് സത്യം ചെയ്യാം. ഞാനായിട്ട് വല്യഞ്ഞിന്റെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇനിയിപ്പോ മാഡത്തിന് എതിർപ്പുണ്ടെങ്കിൽ മാഡത്തിന്റെ കണ്ണിപ്പെടാതെ ദൂരെ എവിടെയെങ്കിലും നിന്ന് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. എന്റെ ഒരാഗ്രഹമല്ല അച്ഛാ, പ്ലീസ് ഒന്ന് സമ്മതിക്ക്. കല്യാണി, നീ എത്ര കരഞ്ഞ് നിലവിളിച്ചാലും ഒരു കാര്യമില്ല. നീ എന്റെ മകളൊക്കെയാ, ശരി തന്നെയാ. പക്ഷേ നിന്നേക്കാൾ വലുത് എനിക്ക് എന്റെ മാഡത്തിന്റെ വാക്കാ. അറിയാലോ. ചെല്ല്, ചെന്ന ഡ്രസ് എടുത്തു നോക്ക്. പോകാൻ. സുജാതെ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. കരഞ്ഞ് ബഹളം വെച്ച ആളെ കൂട്ടണ്ടെന്ന് പറ. ആ വലിയ കുഞ്ഞങ്ങനെ അറിഞ്ഞാ ആകെ കൊളാവും. വലിയ കുഞ്ഞ് വീട്ടിലില്ല, പുറത്താ. ഓ, ആശ്വാസം. നീ ഒന്ന് ചെല്ല്. കല്യാണി, സുജാതജി, ഞാൻ എത്ര പറഞ്ഞിട്ടു അച്ഛൻ. എന്ത് ചെയ്യാനാ കല്യാണി? മാഡം ഇങ്ങനെ പറയുമ്പോ ദാസേട്ടന് കേട്ടല്ലേ പറ്റൂ. വല്യകുഞ്ഞിത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അതിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വലിയ കുഞ്ഞ് പുറത്തെവിടെയോ പോയിരിക്കുക. അനിയൻ കുഞ്ഞിനെ കാണാനില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കല്യാണി റെഡി ആയില്ലേ ഇതുവരെ? കല്യാണി, അല്ല, ഇതെന്തിനാ കല്യാണത്തിന് തൊട്ട് മുമ്പ് പ്രിയങ്കയ്ക്ക് ഒരു പർച്ചേസ്? പ്രത്യേകിച്ചൊരു കാര്യം ഉണ്ടായിട്ടല്ല. നേരത്തെ ഓർഡർ കൊടുത്തിരുന്നത് ഇപ്പോഴാ കിട്ടിയത്. അപ്പൊ പിന്നെ പ്രിയങ്കയെ വിളിച്ചങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ആ, പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ പോലെ പൂത്ത പണമുള്ളവർക്ക് ഒരു കാരണം പോലും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാൻ. ആ പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ബാച്ചലേഴ്സ് പാർട്ടി ചോദിക്കുന്നുണ്ട്. ഇതുപോലെ ഉദാരമായിട്ട് വേണം അവിടെ കാശ് ചിലവാക്കാൻ. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു സംശയം, ആ, ബാച്ചിലർ പാർട്ടി ഫ്രണ്ട്സ് ചോദിക്കുന്നോ അതോ അവരുടെ പേരും പറഞ്ഞ് നീയാണോ ചോദിക്കുന്നത്? എന്തുവാടാ, എനിക്ക് വേണമെങ്കിൽ നിന്നോട് നേരിട്ടങ്ങ് ചോദിച്ചാ പോരെ. നമുക്ക് ഈ പാർട്ടിയിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതെ അതെ, നിനക്ക് എന്നും പാർട്ടിയാണല്ലോ. ഏതായാലും
ബാച്ചിലർ പാർട്ടി ഇന്ന് രാത്രി തന്നെ നടത്താനുള്ള ഏർപ്പാട് ചെയ്യാം. വെരി ഗുഡ്. ആ അങ്ങനെയാണെങ്കിലേ ഞാൻ എല്ലാവരും ഒന്ന് വിളിച്ചോട്ടെ, പ്രത്യേകിച്ച് ലോപ്പസിനെ. അവൻ ഒറ്റയിരിപ്പിനൊരു ഫുള്ള് വിഴുങ്ങുന്നവനാ. സാജന്റെ കാര്യം പിന്നെ പറയണ്ട, 2 എണ്ണം എന്ന് പറഞ്ഞ് തുടങ്ങും. ഒടുക്ക 20 പേക്ക് അടിച്ചാൽ കൈ വരയ്ക്കാത്തൊരു ഐറ്റം അത്. കൂട്ടത്തിൽ രവി മാത്രമുള്ള ഒരു ബിയറിൽ നിൽക്കുന്നത്. നീ കണക്ക് പറയണ്ട, കാര്യം നടത്തിയാ മതി. നിന്നെക്കാളും വലിയ കുടിയന്മാരൊന്നും നമ്മുടെ കൂട്ടത്തിലില്ല. നീ അവന്മാരെ വിളിക്കാൻ നോക്ക്. അല്ല പിന്നെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അച്ഛാ അച്ഛാ നിക്കച്ചാ, ഒരു മിനിറ്റ്. അച്ഛാ ഇനി ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ. നാളെ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം അച്ഛാ. ഒറ്റൊരു ദിവസം കൂടി പ്ലീസ്. പറ്റില്ല. മാഡത്തിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യത്തിനും ഞാൻ കൂട്ടുനിൽക്കില്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കാനേ ദാസ് പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നീ നന്ദി കെട്ടവളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനാ ഇപ്പം മാഡം നിന്നെ പറഞ്ഞയക്കാൻ ആവശ്യപ്പെട്ടത്. അതിന് തക്കതായ കാരണവും ഉണ്ടാവും. നീ പോയേ പറ്റൂ. ഇങ്ങോട്ട് പോടേ. ഇത് ഞാൻ പറയുന്നൊന്ന് കേക്കച്ച. മാഡത്തിനോട് ഞാൻ പറഞ്ഞോളാം. വലിയ കല്യാണം ഒന്ന് കണ്ടിട്ട്. നോക്ക്, ഈ ഒരു കാര്യത്തിന് നീ എത്ര കണ്ണീര് ഒലിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. മാഡം പറഞ്ഞത് ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ദാസ് ഇല്ല. ഇങ്ങോട്ട് പോടേ. ഇങ്ങോട്ട് പോടേ. ശബ്ദിച്ചു പോരുത്. ഒരു കാരണവശാലും വലിയ കുഞ്ഞ് നിന്നെ കാണാൻ പാടില്ല. പറഞ്ഞില്ല എന്ന് വേണ്ട. ഭാഗ്യവരങ്ങ് പോയി, കണ്ടില്ല. ഇങ്ങോട്ട് പോടി.